കഴിഞ്ഞ 3 ദിവസമായി ഇറാനിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ 224 പേരാണ് കൊല്ലപ്പെട്ടത്. 2000-ഓളം പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട്. കൊല്ലപ്പെട്ടവരിൽ 90%-ലധികവും സാധാരണക്കാരാണെന്നാണ് ഇറാൻ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. അതോടൊപ്പം ഇറാന്റെ രഹസ്യാന്വേഷണ വിഭാഗം മേധാവിയെയും ഉപമേധാവിയെയും വധിച്ചുള്ള ഇസ്രയേൽ ആക്രമണത്തിൽ ഇറാൻ ഞെട്ടിയിരിക്കുകയാണ്. ആക്രമണത്തിൽ ഇറാനിലെ 14 ആണവ ശാസ്ത്രജ്ഞർ കൊല്ലപ്പെട്ടുവെന്നും ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. മധ്യവടക്കൻ ഇസ്രയേലിലെ വിവിധയിടങ്ങളിലായി ഇറാൻ നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ 5 യുക്രൈൻ സ്വദേശികൾ ഉൾപ്പെടെ 10 പേർ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട്. 200-ലേറെ പേർക്ക് ഈ ആക്രമണത്തിൽ പരിക്കേറ്റതായും വാർത്തകൾ പുറത്തുവന്നു. ഇസ്രയേലിൽ ആകെ 13 പേരാണ് കൊല്ലപ്പെട്ടത്. ടെല്ലവീവ്, ജെറുസലേം നഗരങ്ങളിലും കനത്ത ആക്രമണമുണ്ടായി. ഇറാൻ ഇസ്രയേലിൽ നടത്തിയ ആക്രമണത്തിൽ ബാത്തിയാമിലെ 61 കെട്ടിടങ്ങൾ തകരുകയും 35 പേരെ കാണാതാവുകയും ചെയ്തു. ഒപ്പം ഷഹറാനിലെ എണ്ണ സംഭരണശാലയും കത്തി. ഇസ്രയേലിൽ ഗൗതം അദാനിയുടെ ഉടമസ്ഥതയിലുള്ള ഹൈഫ തുറമുഖത്തിന് നേരെയും ഇറാന്റെ മിസൈൽ ആക്രമണം നടന്നുവെന്ന് റിപ്പോർട്ടുകളുണ്ട്. തുറമുഖത്തിന്റെ കെമിക്കൽ ടെർമിനലിൽ മിസൈലിന്റെ ചീളുകൾ പതിച്ചെങ്കിലും തുറമുഖം സുരക്ഷിതമാണെന്ന് അദാനി ഗ്രൂപ്പ് അറിയിച്ചു. ഇവിടെ നടന്ന ആക്രമണത്തിൽ നാശനഷ്ടമോ ആളപായമോ ഉണ്ടായിട്ടില്ലെന്നും ചരക്ക് നീക്കങ്ങൾ സുഗമമായി നടക്കുന്നുണ്ടെന്നും അധികൃതർ അറിയിച്ചു. അങ്ങനെ പശ്ചിമേഷ്യ മുൾമുനയിൽ നടത്തിക്കൊണ്ട് ഇസ്രയേൽ ഇറാൻ യുദ്ധം രൂക്ഷമാവുകയാണ്. അതേസമയം ഇസ്രയേലിലെ സാധാരണക്കാരെയും സ്ത്രീകളെയും കുട്ടികളെയും കൊലപ്പെടുത്തിയതിന് ഇറാൻ കനത്ത വില നൽകേണ്ടി വരുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. അതിനു പിന്നാലെ ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്ന അമേരിക്കയുടെ നിലപാടിനെ കുറ്റപ്പെടുത്തി ഇറാൻ രംഗത്തെത്തി. അമേരിക്ക ശത്രുതാപരമായ നിലപാട് തുടർന്നാൽ ഇറാന്റെ പ്രതികരണം കൂടുതൽ കടുത്തതായിരിക്കുമെന്നാണ് പ്രസിഡന്റ് മസൂദ് പെഷേക്സിയാൻ വ്യക്തമാക്കിയത്. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സമാധാനം പുനഃസ്ഥാപിക്കുമെന്ന് കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു. ചർച്ചകൾ പിന്നണിയിൽ പുരോഗമിക്കുകയാണെന്നും ഇറാനും ഇസ്രയേലും ഒരു ഡീൽ ഉണ്ടാക്കേണ്ടതുണ്ടെന്നും ട്രംപ് പറഞ്ഞിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.